CUET UG 2025 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. CUETയുടെ കറക്ഷൻ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ എന്തൊക്കെ പറ്റും, എന്തൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ ഷെഡ്യൂൾ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. ആദ്യം ഞാനതിൻ്റെ ഷെഡ്യൂൾ ഓർമ്മിപ്പിക്കുന്നു. CUETയുടെ കറക്ഷൻ മാർച്ച് 26 തുടങ്ങി മാർച്ച് 28 രാത്രി 11:50 വരെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. മാർച്ച് 26 തുടങ്ങി മാർച്ച് 28 രാത്രി 11:50 വരെ കറക്റ്റ് ചെയ്യാം. എന്തൊക്കെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് അനക്സറിൽ കൊടുത്തിട്ടുണ്ട്. അനക്സർ കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു വൺ ടൈം ഫെസിലിറ്റിയാണ്. വൺസ് നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി ലോഗിൻ ചെയ്ത് കയറി ഒരു കറക്ഷൻ വരുത്തി സേവ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ കറക്ഷന് വേണ്ടി കയറുമ്പോൾ എന്തൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ടോ എല്ലാം വൺ ടൈം ഒറ്റ പ്രാവശ്യമായിട്ട് തന്നെ കറക്റ്റ് ചെയ്തിട്ടേ സബ്മിറ്റ് ചെയ്യാവൂ. വൺസ് ഒന്ന് കറക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ആ ഫെസിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് സേവ് ചെയ്യുന്നതിന് മുമ്പ്, സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കറക്ഷൻസും കൺഫേം ചെയ്തതിന് ശേഷമേ സേവ് ചെയ്യാവൂ. അതുപോലെ സപ്പോസ് നിങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു അഡീഷണൽ ഫീയുടെ ആവശ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് SC കാറ്റഗറിയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഒരു കുട്ടി ഫീസ് കുറവാണ് അടച്ചിരിക്കുന്നത്. കുട്ടി ചിലപ്പോൾ EWS അല്ലെങ്കിൽ ജനറലെന്നോ കാറ്റഗറി മാറിപ്പോയതാണെങ്കിൽ ജനറലിലേക്കോ മറ്റോ മാറിയാൽ അഡീഷണൽ ഫീ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അഡീഷണൽ ഫീ, അതേപോലെ അഡീഷണൽ പേപ്പറുകളൊക്കെ ആഡ് ചെയ്താൽ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കറക്ഷൻസ് വരുത്തുമ്പോൾ സപ്പോസ് ഫീ പേ ചെയ്യേണ്ട കേസ് ഉണ്ടെങ്കിൽ ഫീ പേ ചെയ്താൽ മാത്രമാണ് ആ കറക്ഷൻ വാലിഡ് ആവുക. ഇനി അനക്സറിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ കറക്റ്റ് ചെയ്യാം, എന്തൊക്കെ പാടില്ല എന്നുള്ളത് ആദ്യം തന്നെ നോക്കാം. ഫസ്റ്റ് കോളത്തിൽ പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ഷാൽ നോട്ട് ബി അലൗഡ്. ഈ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ്സ് മാറ്റാൻ പറ്റില്ല, നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സോ പ്രസൻറ്റ് അഡ്രസ്സോ ഇത് രണ്ടും മാറ്റാൻ പറ്റില്ല, എമർജൻസി കോൺടാക്ട് നമ്പറും മാറ്റാൻ പറ്റില്ല. ഈ 4 കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി എന്തൊക്കെ എഡിറ്റ് ചെയ്യാം? ഷാൽ ബി അലൗഡ് ടു ചേഞ്ച്. എന്തൊക്കെ ചേഞ്ച് ചെയ്യാം? കുട്ടിയുടെ പേരിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാറ്റാം, അച്ഛൻ്റെ പേരിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാറ്റാം, അമ്മയുടെ പേരിലെ മിസ്റ്റേക്കുകൾ മാറ്റാം, ക്ലാസ് 10ൻ്റെ ഡീറ്റെയിൽസ് ആ ഡോക്യുമെൻറ്റുകളിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാം, 12ൻ്റെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തിരുത്തു വന്നിട്ടുണ്ടെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഉദാഹരണത്തിന് സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ ബോർഡിൻ്റെ പേരൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ മാറ്റാം. ഡേറ്റ് ഓഫ് ബർത്തിൽ തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ മാറ്റാം, ജെൻഡർ മാറ്റാം, കാറ്റഗറി മാറ്റാം, സബ് കാറ്റഗറി അതായത് ഫിസിക്കൽ ഡിസബിലിറ്റിയോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്യാം. ഫോട്ടോഗ്രാഫിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇമേജ് മാറ്റി അപ്ലോഡ് ചെയ്യാം. സിഗ്നേച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇമേജ് മാറ്റി അപ്ലോഡ് ചെയ്യാം. ഈ പറഞ്ഞ 11ഓളം കാര്യങ്ങൾ നിങ്ങൾക്ക് പെർമിറ്റഡ് ആണ്. ഇത് 11ഉം നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്താവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരെണ്ണം തിരുത്തി സബ്മിറ്റ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകാൻ പറ്റില്ല. തിരുത്താനുള്ളതെല്ലാം തിരുത്തിയിട്ടേ സബ്മിറ്റ് ചെയ്യാവൂ. ഇനി അടുത്തത് കാൻഡിഡേറ്റ്സ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് എക്സാമിനേഷൻ സിറ്റീസ് ബേസ്ഡ് ഓൺ ദെയർ പെർമനന്റ് ആൻഡ് പ്രസന്റ് അഡ്രസ്. അതായത് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സോ പ്രസന്റ് അഡ്രസ്സോ ഉള്ള സംസ്ഥാനത്ത് നിങ്ങൾക്ക് എക്സാം സെൻറ്ററുകൾ കൊടുക്കാം. ആ സെൻറ്റർ വേണമെങ്കിൽ ഇപ്പോൾ മാറ്റി കൊടുക്കാം. എല്ലാ സെൻറ്ററുകളും ഇപ്പോൾ 4 പ്രിഫറൻസ് കൊടുത്തിരുന്നു. അപ്പോൾ ആ 4 വേണമെങ്കിൽ മാറ്റാം, അതിൽ 1 മാത്രമായിട്ട് മാറ്റാം. ഓപ്ഷൻസ് അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഒന്നാമത് കൊടുത്ത സിറ്റി അല്ല നിങ്ങൾക്ക് ശരിക്കും വേണ്ടത്, രണ്ടാമത് കൊടുത്തതാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ സിറ്റീസ് നിങ്ങൾക്ക് മാറ്റാം, ആ 4 പ്രിഫറൻസും മാറ്റാം. അതേപോലെ ദ ഓപ്ഷൻസ് ടു ആഡ് ദ സബ്ജക്റ്റ്. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ് മേ ചൂസ് അപ് ടു മാക്സിമം 5. അത് നമ്മൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു. മാക്സിമം 5 പേപ്പർ എഴുതാം, ഇൻക്ലൂഡിങ് ലാംഗ്വേജ് ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അങ്ങനെ 5 പേപ്പർ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ 5 പേപ്പറിൽ നിങ്ങളിപ്പോൾ 4 കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് 5ാമത് ഒരെണ്ണം കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് മാറ്റി റീപ്ലേസ് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ്, ഇപ്പോൾ ആ മാത്സ് മാറ്റി നിങ്ങൾക്ക് ബയോളജി ആക്കണോ ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ എഡിറ്റ് ചെയ്യാം, സബ്ജക്റ്റുകൾ ആഡ് ചെയ്യാം. ഇതൊക്കെ ഈ സമയത്ത് നടക്കും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഫീ അടയ്ക്കേണ്ട കേസുകളുണ്ടെങ്കിൽ ഫീ അടച്ചാലേ അത് വാലിഡ് ആവൂ. അതേപോലെ അങ്ങനെ ഫീ പേ ചെയ്യേണ്ട കേസ് ഉണ്ടെങ്കിൽ മാത്രം. അതേപോലെ ഇതൊരു വൺ ടൈം കറക്ഷൻ കൂടിയാണ്. ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂ, ഒന്നിലധികം തവണ നിങ്ങൾക്കതിന് ചാൻസ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട. ഇനി ഇതിൽ മറ്റ് അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ അത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം വാട്സപ്പ് ചെയ്താൽ അതിലേക്ക് റിപ്ലൈ ചെയ്യാം. ബാക്കി വരുന്ന അപ്ഡേറ്റുകൾ അത് കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ അപ്ഡേറ്റുകൾ അതിൽ വരും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.